ജനറൽ വെളിപ്പാട് ഇനി എടുക്കുന്നതെന്ന് പറഞ്ഞു. പൊതു വെളിപ്പാട്. ഓക്കെ. അപ്പൊ നാം വേദപുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ദൈവവചനത്തെ കുറിച്ച് പഠിക്കുന്നു. അതിൽ തന്നെ വെളിപ്പാടിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒന്ന് പൊതുവായ വെളിപ്പാട്. ആ പൊതു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ശാസ്ത്രത്തിന്, ദൈവശാസ്ത്രത്തിന് നാച്ചുറൽ തിയോളജി എന്നോ അല്ലെങ്കിൽ ഒക്കെ പറയാൻ കഴിയും. സ്വാഭാവിക ദൈവശാസ്ത്രം. ഈ പൊതു വെളിപ്പാടെന്ന് പറയുമ്പോൾ നമ്മള് റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവസൃഷ്ടിയുടെ ആരംഭം മുതൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 16 17 മുതലൊക്കെ വായിക്കുമ്പോൾ സൃഷ്ടിയിലൂടെ ദൈവാസ്തിക്യത്വം വെളിപ്പെട്ടു വരുന്നു എന്നുള്ള പ്രയോഗമുണ്ട്. നമ്മളത് കാണുന്നു. ആദ്യം മുതൽ ദൈവത്തിന്റെ സൃഷ്ടിയിലൂടെ ദൈവമുണ്ട് എന്നും അത്തരത്തിലുള്ള ഒരു വെളിപ്പാട്. സത്യത്തിൽ അതിന്റെ അടിസ്ഥാന പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ, കേൾക്കാമോ? പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുമ്പോ അതിരുകളില്ലാത്ത സൗന്ദര്യവും സങ്കീർണമായ രൂപകൽപ്പനയുള്ള ഒരു പ്രകൃതി. പലപ്പോഴും അത് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 19:1 നമ്മൾ വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽപകലിന് വാക്കുപൊഴിക്കുന്നു. അത് ഭയങ്കര മനോഹരമായി ഈ പ്രപഞ്ചത്തെ വർണ്ണിക്കുകയാണ്. അത് കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ആ പ്രപഞ്ചത്തിന്റെ പിൻപിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും അതിനെക്കുറിച്ചൊരു ബോധ്യം വരുന്ന തരത്തിലാണ്. ഞാൻ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ദൈവ സൃഷ്ടിയിലൂടെ നമുക്ക് ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, ദൈവിക വെളിപ്പാട് പ്രാപിക്കാൻ. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മനസാക്ഷിയാണ്. എല്ലാ മനുഷ്യർക്കും, നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, ഏത് സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് ഗോത്ര വിഭാഗമാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആദിവാസി സമൂഹമാണെങ്കിൽ പോലും അവർക്ക് ഒരു മോറൽ കോഡ് ആൻഡ് കോണ്ടക്ട് കാണും. അത് സമൂഹങ്ങൾ വ്യത്യസ്തങ്ങളാവുന്നതിനനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. മോഡേൺ കൾച്ചറിൽ ജീവിക്കുന്ന ഒരാളിന് ആദിവാസി സംസ്കാരം കാണുമ്പോ അത് അവർ സംസ്കാരം ഇല്ലാത്തവരെന്ന് പറയുമായിരിക്കും. പക്ഷേ ആദിവാസി സമൂഹത്തിലും ഒരുപക്ഷെ ഓസ്ട്രേലിയയിലുള്ള അബോറിജിനൽസ് ആയാലും അമേരിക്കയിലുള്ള റെഡ് ഇന്ത്യൻസ് ആയാലും അല്ലെങ്കിൽ അതുപോലെ ഏത് സമൂഹത്തിൽ ഉള്ള ആദിവാസികൾ, അവർക്കൊരു മനസാക്ഷിയുടെ പ്രമാണമുണ്ട്. മനസാക്ഷിയുടെ നമ്മൾ റോമാലേഖനം വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദൈവം മനസാക്ഷി കൊടുത്തിട്ടുണ്ട് മനുഷ്യർക്ക്. അപ്പൊ അത് വ്യക്തമാക്കുന്നത് ഒരു ദൈവിക സത്യമുണ്ട് എന്നുള്ളത്. ഓരോ വ്യക്തികളുടെ മനസാക്ഷി എന്ന് പലപ്പോഴും വിളിക്കുന്ന ധാർമ്മിക ബോധം ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന മറ്റൊരു വഴിയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 15 പറയുന്നത്, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ആ വാക്യം വളരെ രസക്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ന്യായപ്രമാണം ഇല്ലാത്ത ജനത്തിനും അവരുടെ മനസാക്ഷി എന്തായിരിക്കുന്നു? ന്യായപ്രമാണമായിരിക്കും. നമ്മൾ ഡിസ്പെൻസേഷൻസ് അഥവാ യുഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു യുഗത്തെ അറിയുന്നത് തന്നെ എന്താണ്? 7 യുഗങ്ങൾ. ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. 7 യുഗങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിഷ്കന്മഷ യുഗം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? നിഷ്കന്മഷ യുഗം, മനസാക്ഷി യുഗം, മനുഷ്യഭരണ യുഗം, പിന്നെ വാക്തത്വ യുഗം, പിന്നെ ന്യായപ്രമാണ യുഗം, കൃപായുഗം, ഇങ്ങനെ സഹസ്രാബ്ദ യുഗം. ഇങ്ങനെ യുഗങ്ങളെ, കാലഘട്ടത്തെ 7 യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതില് അങ്ങനെ തിരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഈ മനസാക്ഷി യുഗം എന്ന് പറയുന്നത്. അപ്പൊ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷിയിൽ ജീവിക്കാൻ ദൈവം ആവശ്യപ്പെട്ട ഒരു കാലഘട്ടവുമുണ്ട്. ദൈവത്തിന്റെ ധാർമ്മിക നിലവാരങ്ങൾ മനുഷ്യ മനസാക്ഷിയിൽ പതിഞ്ഞിരിക്കുന്നു എന്നും വ്യക്തികളെ നീതിയിലേക്കും ധാർമ്മിക തീരുമാനങ്ങളിലേക്കും നയിക്കുന്നു എന്നും ഒക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരും. മറ്റൊന്ന് ചരിത്രമാണ്.
നമ്മള് ചരിത്രത്തിന്റെ ഒരു പോക്ക് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു പ്രോഗ്രസ് നമ്മൾ നോക്കിയാൽ ചിലതൊക്കെ കോയിൻസിഡൻസ് തോന്നിയാലും ഈ ചരിത്രം ഇങ്ങനെ ചലിക്കുമ്പോ അതിനകത്ത് ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അതിനെ നിയന്ത്രിക്കുന്നുവോ എന്ന് നമുക്ക് തോന്നില്ലേ? അതാണ് ബൈബിൾ. ഉദാഹരണം പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം, ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട്, ഈജിപ്തിൽ നിന്നുള്ള അവരുടെ അടിമത്തിൽ നിന്ന് മോചനം, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ദൈവത്തിന്റെ ഇടപെടിയിൽ ചരിത്രത്തിൽ ഇടപെടുന്ന ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ ആളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ദൈവമുണ്ട് എന്നുള്ള, അല്ലെ ഒരു സൂപ്പർ നാച്ചുറൽ ശക്തി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു സ്വാഭാവിക ബോധ്യം ഏത് മനുഷ്യനും വരും. അപ്പൊ ഇത് മൂന്നും പൊതു വെളിപ്പാടിന്റെ ഭാഗമാണ്. ആരാണത്? ആ ഫോൺ അത് മ്യൂട്ട് ചെയ്യണമേ. ഓക്കെ, അടുത്തത് ഈ പൊതു വെളിപ്പാട് കഴിഞ്ഞാൽ അടുത്തത് പ്രത്യേക വെളിപ്പാടാണ്. എന്താണ് പ്രത്യേക വെളിപ്പാട്? ആ പ്രത്യേക വെളിപ്പാട് എന്ന് പറയുന്നത് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. ആളത്തെ രൂപത്തിലോ അല്ലാതെയോ അശരീരിയിലെയോ. അങ്ങനെ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ സ്വയം സെൽഫ് മാനിഫെസ്റ്റേഷൻ, സ്വയം വെളിപ്പെടുത്തലാണ് ദൈവവചനം. ദൈവം അവിടുത്തെ രക്ഷയെ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്ന എന്ന അർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാടിന്റെ ഒരു ഉപാധിയായി ചരിത്രത്തെ മനസ്സിലാക്കാമെങ്കിലും രക്ഷയുടെ ചരിത്രം എന്നറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്ര സങ്കല്പം, ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാടിന്റെ പ്രാഥമികമായ രീതി, അത് നോക്കിയാൽ ദൈവവചനമാണെന്ന് മനസ്സിലാവും. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു വചനത്തിലൂടെ, അഥവാ സംസാരിക്കുന്ന ദൈവം. മോശയോട് ദൈവം സംസാരിച്ചു, ദൈവത്തിൽ നിന്ന് കേട്ടത് മോശ എഴുതി വെച്ചു. അങ്ങനെ ഇത് വേദപുസ്തകത്തിലൊരു സാധാരണ പരാമർശമാണ്. അതിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവം അവിടുത്തെ ജനത്തോട് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്നു. ഉദാഹരണം, നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവയെങ്കിൽ നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ എന്ന് പറഞ്ഞ, അപ്പൊ ദൈവത്തിൽ നിന്ന് യെരമ്യാവിന് അരുളപ്പാടുണ്ടായി എന്ന് അവിടെ കാണുന്നു. യെഹെസ്കേൽ 12:1, 8, 17, 2:1, ഹോശ 1:1, യോവേൽ 1:1, ആമോസ് 3:1. ഈ ഭാഗങ്ങൾ ദൈവം അവിടുത്തെ ഇഷ്ടത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കും. ദൈവവചനം നമ്മുടെ അടുക്കൽ വന്നു. ദൈവിക സംഭാഷണം ആന്തരികമായ ദൈവശബ്ദത്തിന്റെ കേൾവിയിലൂടെ. ദൈവശബ്ദം നമുക്ക് ആന്തരികമായ ഒരു കേൾവി വരാം. നമ്മുടെ ചെവി കേൾക്കുന്നില്ല, ഇൻഡ്യൂഷൻ മാതിരിയോ അല്ലെ ആന്തരികമായ ഒരു കേൾവിയിലൂടെയോ അല്ലെ ദർശനപരമായ ഒരു അനുഭവത്തിലൂടെയോ ഒരു വ്യക്തിക്ക് കേൾക്കാൻ കഴിയും. അബ്രഹാം ദൈവശബ്ദം കേട്ടതായി നാം കാണുന്നു. 12:1 ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. ആ ദൈവശബ്ദം കേട്ടു, അനുസരിച്ചു, അതിനനുസരിച്ച് അവൻ ചലിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. പുരാതന എഴുത്തുകാരും പ്രവാചകന്മാരുടെ ശിഷ്യന്മാരും മറ്റും ശാസ്ത്രിമാരും അത് കുറിച്ചു വെക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവം സംസാരിച്ചു എന്ന് പറയുന്ന വചനങ്ങൾ പ്രവാചകന്മാരിലൂടെ പറഞ്ഞത് അവരുടെ അസിസ്റ്റന്റുകളൊക്കെ എഴുതി വെച്ചു, ശിഷ്യന്മാർ എഴുതി വെച്ചു, ശാസ്ത്രിമാര് കുറിച്ചു. വെളിപ്പാടുകൾ, ദൈവിക വെളിപ്പാടുകൾ ഒരു എഴുതപ്പെട്ട രേഖയായി പുസ്തക രൂപത്തിൽ നമുക്ക് ലഭിച്ചു. ബൈബിൾ ദൈവിക പ്രസംഗങ്ങളുടെ ഒരു രേഖ മാത്രമല്ല, ദൈവജനത്തിന്റെ ചരിത്രം. ശ്രദ്ധിക്കണം, ബൈബിൾ എന്ന് പറയുന്നത് ദൈവം അരുളി ചെയ്ത അരുളപ്പാടുകളുടെ ഒരു സംഗ്രഹം മാത്രമല്ല. ആവർത്തിക്കുന്നു, വേദപുസ്തകം എന്ന് പറയുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ഒരു സംഗ്രഹം മാത്രമല്ല, മറിച്ച് ദൈവജനത്തിന്റെ ചരിത്രം, അതോടൊപ്പം രക്ഷാചരിത്രം, വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകൾ. അങ്ങനെ ദൈവം ഓരോ കാലഘട്ടത്തിൽ ജനവുമായി ആശയവിനിമയം നടത്തുവാൻ ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട്
പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ദൈവവചനം ഒരു രേഖ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്കും ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കും. ദൈവ വെളിപ്പാടിന്റെ കേന്ദ്ര ഉറവിടം ബൈബിളാണ്. ദൈവ വെളിപ്പാടിന്റെ കേന്ദ്ര ഉറവിടം ബൈബിളാണ്. ബൈബിൾ ദൈവനിശ്വാസ്യമായ വചനമാണ്. അങ്ങനെയാണല്ലോ നാം അങ്ങനെ വായിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും നമ്മുടെ തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്ന എല്ലാ തിരുവെഴുത്തും 2 തിമോഥെയോസ് 3:21 എല്ലാ തിരുവെഴുത്തും 3:16-17 വാക്യങ്ങൾ, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് നാം വായിക്കുന്നു. ഈ ഭാഗം മനുഷ്യർക്കുള്ള ദൈവത്തിന്റെ വെളിപ്പാട് എന്ന നിലയിൽ ബൈബിളിന്റെ പങ്കിനെ ഊന്നി പറയുന്നു. മറ്റൊന്ന് പുരോഗമനപരമായ വെളിപ്പാടാണ്. പുരോഗമനപരമായ വെളിപ്പാട്. ദൈവത്തിന്റെ വെളിപ്പാട് പുരോഗമനപരമായ, അതായത് എന്ന് പറയുമ്പോൾ വെളിപ്പാടിനൊരു പ്രോഗ്രഷൻ ഉണ്ട്. ഏതോ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ പ്രോഗ്രസീവ് റെവലേഷൻ. പ്രോഗ്രസീവ് റെവലേഷനും പ്രോഗ്രസീവ് തിയോളജിയും ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രോഗ്രസീവ് തിയോളജി അല്ല റെവലേഷൻ പറയുമ്പോൾ മനസ്സിലാക്കാൻ ഒരു മർമ്മം പറയാം. ഇപ്പൊ നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ക്രമേണ വായിക്കുമ്പോൾ എബ്രായ ലേഖനം 1:1 പറയുന്നത് ദൈവം പണ്ട് ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കൻ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ദൈവം എല്ലാം വെളിപ്പെടുത്തിയില്ല. ക്രമേണ കുറേശ്ശെ കണ്ടശയായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണം പറയാം. പിശാചിനെ കുറിച്ച് പഴയ നിയമത്തിലെ പഠിപ്പിക്കലുകൾ അത്ര ക്ലിയർ അല്ല. പഴയ നിയമത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്ന മണ്ഡലത്തിൽ സത്യത്തിൽ നമ്മൾ ജോബിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവത്തിന്റെ കൗൺസിലിൽ ഒരു അംഗം എന്ന നിലയിലാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരാളെന്ന നിലയിലാണ് സാത്താനെ നമ്മൾ കാണുന്നത്. എന്നാൽ അത് ക്രമേണ ആ ലെവലിൽ നിന്ന് മാറി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പിശാചിനെ കാണുന്നത് ദൈവത്തിനും ദൈവജനത്തിനും എതിരെ നിൽക്കുന്ന ഒരു വലിയ ശത്രുവായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിൽ ഒരു പ്രോഗ്രസീവ് തിയോളജി ശ്രദ്ധിക്കുന്നത് ഒരു കാലത്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനും അല്ലെങ്കിൽ ദൈവിക കരുതലുകളും വിടുതലുകളും അനുഭവിക്കാനും അതുപോലെ തന്നെ ആരാധിക്കുന്നതിനുമൊക്കെ യാഗബലി കർമാദികളാണ് നടത്തിയിരുന്നു. എന്നാൽ ഡിവൈസ് ശബ്ദം ഉണ്ടാക്കുന്നത് ആ യാഗബലി കർമാദികൾ കാലം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും മാറി വന്ന് പ്രോഗ്രസ് ചെയ്ത് യേശുക്രിസ്തുവിന്റെ യാഗബലി മരണത്തോടുകൂടെ സകല യാഗങ്ങളും അവസാനിച്ചു. ഇനി പാപമോചനത്തോടൊരു യാഗത്തിന്റെ ആവശ്യം ഇല്ല. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ അപ്പം ഇനി യാഗത്തിന്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ യാഗത്തോടുകൂടെ സകല യാഗങ്ങളും അവസാനിച്ചു. യേശുക്രിസ്തുവിന്റെ യാഗബലി മരണത്തിൽ വിശ്വസിക്കുന്ന ഒരാളിന് പാപമോചനമുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്ക് നരകത്തെ കുറിച്ച് വേണ്ടത്ര ഒരു ഗ്രാഹിയില്ല. പഴയ നിയമത്തിൽ പറയുന്നത് ഷിയോൾ എന്ന് പറയുന്ന ഒരു ആശയം പറയുന്നുണ്ടെങ്കിലും നരകം എന്നൊരാശയം പഴയ നിയമത്തിൽ നമുക്ക് അത്ര ക്ലിയർ അല്ല. എന്നാൽ ഹേഡസ് എന്ന ഗ്രീക്ക് ഭാഷയിലും ഷിയോൾ എന്ന എബ്രായ ഭാഷയിലും പറയുന്ന ഒരു തലം പഴയ നിയമത്തിലുള്ളപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറൊരു റിലം തന്നെ നരകം എന്ന നിലയിൽ നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്
ഒരു പ്രോഗ്രസീവ് തിയോളജി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. ദൈവത്തിന്റെ വെളിപ്പാട് പുരോഗമനപരമാണെങ്കിലും യേശുക്രിസ്തു ദൈവിക സ്വഭാവത്തെ കൃത്യമായി പ്രതികരിക്കുന്നുവെന്നും ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്യന്ത്യ വെളിപ്പാടാണെന്നും തിരുവെടുത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവാണ് ആ ആത്യന്ത്യ വെളിപ്പാടിന്റെ പൂർണ്ണത എന്ന് കാണാൻ കഴിയും. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ ജഡത്തിൽ അവതരിച്ച വചനമാണ് യേശു. അവതാരം എന്നാൽ വചനം ജഡമായി ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു എന്നാണ്. അഥവാ ജഡാവതാരമെടുത്ത വചനമാണ് യേശു. ജഡാവതാരമെടുത്ത വചനമാണ് യേശു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. യേശു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വഭാവം പ്രവർത്തിക്കുകയോ ദൃശ്യമാക്കുകയോ ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് എബ്രായ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ കൃത്യമാണ്. യേശു നമുക്കായി ദൈവത്തിന്റെ പരമമായ വചനവും അവസാനത്തെ വെളിപ്പാടുമായി തീർന്നു. ഇതിനർത്ഥം ഇനി ദൈവത്തിന്റെ വെളിപ്പാടില്ല എന്നാണോ? വാസ്തവത്തിൽ ദൈവം ഇന്നും തന്റെ ജനത്തെ സ്വയം വെളിപ്പെടുത്തുന്നു. എന്നിരുന്നാലും ലിഖിത ഗ്രന്ഥമായ ബൈബിളിന് അനുസൃതമല്ലാതെ ഓരോരുത്തരും തങ്ങളുടേതായ വൈപരീത്യമാർന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും കൊണ്ട് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിലൂടെ ദൈവിക വെളിപ്പാട് പൂർണ്ണമായി വന്നു എങ്കിലും ഇന്നും ദൈവം ആളുകളോട് സംസാരിക്കാറുണ്ട്, ദൈവിക വെളിപ്പാടുകൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ധ്യാനിക്കുമ്പോ ഇങ്ങനെ ഒരാള് എന്നെ ഫോൺ വിളിച്ചു. അദ്ദേഹം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഇന്ന് അയർലൻഡിലാണ്. അദ്ദേഹം ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഈ സമയത്താണ് ഏറെക്കുറെ. അപ്പം പഴയ നിയമത്തിൽ ദൈവം പല കാര്യങ്ങളും ആളുകളോട് സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചു. പക്ഷെ പുതിയ നിയമത്തിൽ അത് വെളിപ്പാടാണ്. സ്വപ്നം ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്നാൽ സ്വപ്നവും വെളിപ്പാടും രണ്ടും രണ്ടാണ്. സ്വപ്നങ്ങളിലൂടെ സംസാരിച്ച ദൈവം പുതിയ നിയമത്തിൽ വരുമ്പോൾ വെളിപ്പാടിലൂടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും എനിക്കൊരു വെളിപ്പാട് കിട്ടി എന്നൊരാൾ പറയുമ്പോൾ ആ വെളിപ്പാട് ദൈവജനമാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കി അതിനോട് സമീകരണം അല്ലെങ്കിൽ സമരസപ്പെട്ട് പോകുന്നെങ്കിൽ മാത്രമേ ആ വെളിപ്പാടിനെ അംഗീകരിക്കാൻ പറ്റൂ. ഇതാണ് അനേകർക്ക്. ഉദാഹരണം പറഞ്ഞാൽ കർത്താവിന്റെ 2-ാം വരവ് ചരിത്രത്തിൽ നോക്കിയാൽ യേശു എപ്പോ വരും എന്ന് പറഞ്ഞിട്ടില്ലാതിരിക്കെ യേശു എവിടെ വരും ഇവിടെ വരും എന്ന് പറഞ്ഞ് യേശുവിന്റെ വരവിനെ കുറിച്ച് ഇന്ന മാസം ഇത്രാം തീയതി കർത്താവ് വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിദ്വാൻകുട്ടിയച്ഛൻ എന്ന് പറയുന്ന ഇന്ന് അറിയപ്പെടുന്ന യൂമയക്കാരുടെ ഒരു സംഭവം. ഇപ്പൊ അവരങ്ങ് ശോഷിച്ച് തീർന്നു പോയി. യൂമയക്കാരുടെ ഒരു കൂട്ടമുണ്ട്. അവരുടെ നേതാവ് വരുന്ന വിദ്വാൻകുട്ടിയച്ഛൻ. അപ്പൊ അദ്ദേഹം കരുനാപ്പള്ളി കണ്ണേറ്റി പാലത്തിന്റെ അടുക്കൽ കർത്താവ് വരുമെന്നും പറഞ്ഞ് അവര് കാത്തുകെട്ടി പന്തലും ഒക്കെ കെട്ടി കാത്തിരുന്ന ഒരു സന്ദർഭമുണ്ട്. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു വെളിപ്പാട് കിട്ടിയെന്ന് പറയുന്ന ഒരാൾ കിട്ടിയ വെളിപ്പാട് കൊണ്ട് എനിക്കൊരു വെളിപ്പാട് കിട്ടി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചലിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കുന്ന കാര്യമല്ല. വേദപുസ്തകം കൂടെ അംഗീകരിക്കുന്ന വേദപുസ്തകത്തിന് ഉപോത്ബലകമായ വേദപുസ്തകം സാക്ഷീകരിക്കാത്ത വേദപുസ്തകമാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കിയിട്ട് അതിനോട് പൊരുത്തപ്പെടാത്ത ഒരു വെളിപ്പാടുകളെയും ദൈവിക വെളിപ്പാടുകളായി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് സാധാരണ ജനത്തിന് അറിയാൻ വേണ്ടത്ര അറിവില്ല എന്ന് വേണേൽ പറയാം. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് കർത്താവിന്റെ 2-ാം വരവ്, അനന്തര സംഭവങ്ങൾ, ഇസ്രായേലിന്റെ ഭാവി, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഇസ്രായേൽ ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധം ഉണ്ടാവുമ്പോഴൊക്കെ കേരളക്കരയിലെ പ്രസിദ്ധരായ പ്രസംഗരൊക്കെ ഉടനെ ഏതെങ്കിലും 2 വാക്യങ്ങൾ എടുത്ത് അത് അങ്ങനെ സംഭവിക്കും ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ പലതും അവർ പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഓരോ ഇൻഡിവിജ്വൽ ഇവന്റും എടുത്തിട്ട് അത് ഇന്ന പുസ്തകത്തെ പറഞ്ഞിരിക്കും, ഇന്നതിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞേക്കുന്നത് കൊണ്ടാണ് എന്ന് സങ്കല്പിച്ച് ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഈ സാധാരണ ജനത്തിന്റെ മനസ്സിലെ ആകാംക്ഷയും അവരുടെ ഭയവും
ഭാവിയെക്കുറിച്ചുള്ള ആ ടെൻഷനും ഒക്കെ മുതലെടുക്കുന്ന ഒരു അനുഭവം കൂടെ ഇല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് വ്യക്തവും നിയതമായ ഒരറിവ് ദൈവമക്കൾക്കുണ്ടാകണം. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു വെളിപ്പാടുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ബൈബിളിന്റെ പരിധിക്ക് പുറത്തേക്ക് നീങ്ങുന്നതായ ഒന്നും ദൈവത്തിന്റെ വെളിപ്പാടായി അംഗീകരിക്കാനാവില്ല. പലപ്പോഴും വിശ്വാസികൾ സ്വകാര്യ വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ ബൈബിൾ സത്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത വൈവിധ്യമായ ചില കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഇങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് ആളുകളെ സ്വാധീനിക്കും. എന്റെ ജ്യേഷ്ഠന്റെ മോൻ, ഞാൻ ഇടയ്ക്ക് കുവൈറ്റിൽ കുറെ നാൾ പാസ്റ്റർ ആയിരുന്നു, 2006 മുതൽ 2009 വരെ. ആ കാലഘട്ടത്തിലൂടെ പാസ്റ്റർ ആയിരുന്നതുകൊണ്ട് എന്റെ ജ്യേഷ്ഠന്റെ മോൻ വിസിറ്റിന് വന്നപ്പോൾ അവനെ ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞു വിട്ടു. ആ സഭക്കാർക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടി വന്ന് ശുശ്രൂഷിക്കാമോ? അപ്പം ആ ജ്യേഷ്ഠന്റെ മോൻ അന്ന് ശുശ്രൂഷ കൊണ്ട് കയറി വരുന്ന സമയമായിരുന്നു. ഉടനെ ഒരു വീസ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് വിസിറ്റിംഗ് വിസയിൽ ഈ ആളിനെ അവിടെ കൊണ്ടുപോയി ഞാൻ അപ്പോഴത്തേക്ക് എന്റെ ടെനോർ കഴിഞ്ഞ് തിരിച്ചു പോരും. അപ്പൊ അങ്ങനെ പ്രകാശ് എന്ന് പറഞ്ഞ എന്റെ ജ്യേഷ്ഠന്റെ മോൻ ഇന്ന് അവന്റെ പാസ്റ്ററാണ്. അമേരിക്കയിൽ ഒക്കലഹാമ ഷാരോൺ ചർച്ചിന്റെ ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്ററാണ്. അപ്പൊ അവൻ അന്നത് ശുശ്രൂഷിക്കുമ്പോ ഒരു ദിവസം എന്ത് വേദവസ്തു സംബന്ധമായ ആശയങ്ങൾ, പൊരുത്തക്കേടുകളോ സംശയങ്ങളോ ഉപദേശപരമായ പ്രശ്നങ്ങളോ വരുമ്പോൾ അവൻ എന്നെ വിളിച്ചു ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, താങ്കൾ ഇവിടെ ഒരു വല്ലാത്ത പ്രശ്നമായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി? അത് നാട്ടിൽ നിന്ന് വന്ന ഒരു സഹോദരി, പ്രവാചക അമ്മാമ്മ. ആ പ്രവാചക അമ്മാമ്മ ഭയങ്കര വെളിപ്പാടാണ് പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നു. എന്നിട്ട് അവര് ക്ലെയിം ചെയ്തു. എന്ത് ക്ലെയിം ചെയ്തു? അതായത് സ്വർഗത്തിൽ, നരകത്തിൽ കിടക്കുന്നവരൊക്കെ അവർ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ നരകം സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അവരോട് പറയാം, സഹോദരി ഞങ്ങളുടെ ഇന്ന ആള് മരിച്ചുപോയി, ആ ആള് നരകത്തിൽ പോയോ അതോ സ്വർഗത്തിലാണോ ഒന്ന് കണ്ടെത്താമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് നാളെ പറയാമെന്ന് പറയും. എന്നിട്ട് ആ പുള്ളിക്കാരി രാത്രി പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അയാൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് കൃത്യമായി പറയും. ആഹാബൊക്കെ നരകത്തിൽ ഇങ്ങനെ ഇരുന്ന് പുകയുന്നു എന്നൊക്കെ അവര് പറഞ്ഞു. ചുരുക്കത്തിൽ അവര് പറയുന്ന മറ്റ് പ്രവചനങ്ങളൊക്കെ ഒത്തുവരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്നോ? ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചേ. അവര് പറയുന്ന താങ്ക് യു. അവര് പറയുന്ന മറ്റ് പ്രവചനങ്ങളൊക്കെ ഒത്തുവരുന്നത് കൊണ്ട് ഇതും ആളുകൾ അങ്ങ് വിശ്വസിച്ചു. എന്റെ ജ്യേഷ്ഠന്റെ മോൻ അത് ഭയങ്കര പ്രശ്നമാണ്. അവന്റെ സഭയിലുള്ള വിശ്വാസികളുടെ വീട്ടിലൊക്കെ ഒരു പ്രൈവറ്റ് ആയിട്ട് പ്രാർത്ഥന നടത്തുകയും ചെന്ന് ദൂത് പറയുകയും ചെയ്യുന്നു. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല. അപ്പൊ അവൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ സഭയിൽ ഒരു മെസ്സേജ് പറ. എന്താ മെസ്സേജ്? വേദപുസ്തക ഭാഷ പറഞ്ഞാൽ ഇതുവരെ നരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് എതിർ ക്രിസ്തുവിന്റെ ഭരണ കാലയളവിന് ശേഷം കർത്താവിന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടിട്ട് കർത്താവിന്റെ സഭ സ്വർഗത്തിലേക്ക് പോയി 7 വർഷം മണിയർവാസം ചെയ്യുന്ന ഒരു ആത്മീയ അനുഭവം. ആ സമയത്ത് ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണമാണ്. അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന ആ 70ാമത്തെ ആഴ്ചവട്ടക്കാലത്തിലെ 7 വർഷത്തെ മഹോദര കാലയളവിലെ ഭരണം. അതൊക്കെ ആ മഹോദര കാലത്തിന്റെ ഒടുവിൽ ഇസ്രായേൽ ദൈവത്തോട് നിലവിളിക്കുകയും ആ നിലവിളി കേട്ട് ഇസ്രായേലിന്റെ കട്ടയിൽ നിന്ന് അവരെ വിടുവിക്കാൻ കർത്താവ് ഇറങ്ങി വരികയും ചെയ്യും. അങ്ങനെ കർത്താവ് ഒരു മലയിൽ പാദം ചവിട്ടും, തേജസ്സിന്റെ സുഖാസനം അവിടെ വയ്ക്കും. ആ സമയത്ത് എന്തു ചെയ്യും? എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ന്യായം വിധിച്ച് ന്യായം വിധിച്ച് നരകത്തിലേക്ക് വിടും. മാത്രമല്ല, അന്ന് യഹൂദനെ സഹായിക്കാത്ത ജാതികളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടര്, നമ്മൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം 35 മുതൽ വായിക്കുമ്പോ അവിടെ കാണുന്നുണ്ട്, ഇടത്തുള്ളവരെയും വലത്തുള്ളവരെയും വേർതിരിക്കുന്ന സംഭവം. അപ്പോ ആ സമയത്ത് അന്നേരമാണ് സത്യത്തിൽ നരകം ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 1000 വർഷം പിശാചിനെ ബന്ധിച്ചിടും. യേശുവിന്റെ ഭരണകാലയളവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ആത്യന്തികമായി പിശാചിനെ എന്നേക്കുമായി നരകത്തിൽ തള്ളിക്കളയും. അത് കഴിഞ്ഞിട്ട് വെള്ളസിംഹാസനം ആയത് കഴിഞ്ഞ് മരിച്ചവരെ കാവാലവൃത്തി ഉയർത്തെഴുന്നേറ്റിട്ട് അവരെയെല്ലാം നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയും എന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരം, നരകം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതുവരെ നരകം ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇന്ന് മരിച്ചുപോയ ദുഷ്ടന്മാരോ അല്ല ദൈവമക്കൾ നരകത്തിലുണ്ടോ എന്ന് സ്കാൻ ചെയ്ത് അവരെങ്ങനെയാ നോക്കുന്നേ? അത് ഒക്കുന്ന കാര്യമല്ല.
അപ്പൊ അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശത്തിന് വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞതിന് സാരം, ഇങ്ങനെ ആളുകൾ എന്തെങ്കിലുമൊക്കെ വെളിപ്പാട് കണ്ടിട്ട് പറയുമ്പോ ആ വെളിപ്പാടിനെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉരച്ചു നോക്കി ശരിയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാധാരണ വിശ്വാസികൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. ഇനി നമ്മൾ ദൈവവചനത്തിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ വചനം ദൈവനിശ്വാസീയമായ ഇൻസ്പയർഡ് വേർഡ് ആണെന്നാണ് വായിക്കുന്നത്. 2 തിമോഥെയോസ് 3:16-17 എല്ലാ തിരുവഴുത്തും ദൈവശാസ്യമാണെന്ന പ്രസ്താവന കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം എന്ന നിലയിൽ, ദൈവവചനം എന്ന നിലയിൽ ബൈബിളിന്റെ സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 1500 വർഷത്തിനിടയിൽ 40 വ്യത്യസ്ത എഴുത്തുകാരാൽ എഴുതിയതാണ് വേദപുസ്തകം. മനുഷ്യരായ എഴുത്തുകാർ എഴുതിയ ഈ പുസ്തകത്തെ നമുക്ക് എങ്ങനെ ദൈവവചനം എന്ന് വിളിക്കാൻ കഴിയും? ദൈവശാസ്യത എന്ന വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മുഴുവൻ പ്രശ്നമാണ്. ഇനിയുമുള്ള ഡൗട്ട് പറഞ്ഞോ. അധ്യായം പറഞ്ഞ 2 തീമോഥെയോസ് 3:16-17. ഓക്കെ, താങ്ക് യു. തിരുവെഴുത്തുകളുടെ രചനയിൽ ദൈവിക ഉത്ഭവത്തെയും ദൈവിക ഹിതത്തെയും ഊന്നി പറയാനാണ് 2 തിമോഥെയോസ് 3:16-17 ദൈവശാസ്ത്രീയം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അവിടെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം തിയോപ്ന്യൂസ്റ്റോസ് എന്ന പദമാണ്. 2 പത്രോസ് 1:20-21 വാക്യങ്ങളിലും നാം ഇങ്ങനെ വായിക്കുന്നു: തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യം പ്രവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ബൈബിളിൽ ഉടനീളം പ്രകടമായി പ്രവർത്തിക്കുന്ന ദൈവശ്വാസീയം, ദൈവത്താൽ നൽകപ്പെട്ട വചനം എന്ന ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 2 വസ്തുതകൾ ഊന്നി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പങ്കിനെ കുറിച്ചാണ് ഒന്നാമത് പറയുന്നത് മാനുഷ്യമായ രചയിതാക്കളുടെ പങ്കിനെ കുറിച്ചാണെങ്കിൽ, രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ പങ്കിനെ കുറിച്ച് പറയുന്നു. മാനുഷ്യമായ രചയിതാക്കളുടെ പങ്കിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ബൈബിളിന്റെ എഴുത്ത് മനുഷ്യരായ എഴുത്തുകാരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല നടന്നതെന്ന് ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആളുകൾ എഴുതി, കിട്ടിയ വെളിപ്പാട് കൊണ്ട് എഴുതി, ദൈവശാസ്യമായി എഴുതി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പങ്ക്. അപ്പൊ മനുഷ്യരാണ് എഴുതിയതെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് അതിനൊരു പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബൈബിളിന്റെ എഴുത്തുകാർ സ്വന്തം വീക്ഷണങ്ങളും ചിന്തകളും എഴുതിയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പങ്ക് സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മുഴുവൻ എഴുത്തു പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിച്ചത് പരിശുദ്ധാത്മാവാണ് എന്നത് വ്യക്തമാണ്. ഇവിടെയാണ് വേദപുസ്തകം എങ്ങനെ എഴുതി നമ്മൾ അതിന് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യുകയാണ്. വേദപുസ്തകം മനുഷ്യരാണ് എഴുതിയത്. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതിയെന്ന് പറയുമ്പോൾ എഴുതിയ ആൾക്കാർ എഴുതിയെങ്കിലും അതിന് മേൽനോട്ടം വഹിച്ചത് പരിശുദ്ധാത്മാവാണ് എന്ന് നാം തിരിച്ചറിയണം. അതാണ് സത്യത്തിൽ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെ മനസ്സിലാക്കുമ്പോൾ സഭാ ചരിത്രത്തിൽ അനേക വേദ പണ്ഡിതന്മാർ ഈ ദൈവവചനം ആളുകൾ എങ്ങനെ എഴുതി എന്നതിനെ കുറിച്ച് പല തിയറികളും, തിയറി എന്ന് പറയുമ്പോൾ മലയാളം എന്താ പറയണ്ടേ, പല സിദ്ധാന്തങ്ങളും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നു. എങ്ങനെ ദൈവവചനം എഴുതി, അതിന് പല സിദ്ധാന്തങ്ങളും ആളുകൾ പറയുന്നു. ഒന്ന്, ആളുകൾ പറയുന്നു ഈ എഴുതിയ ദൈവവചനം ഡിക്റ്റേഷൻ തിയറി. നിങ്ങൾക്കറിയാം ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് വാക്കിൽ ഡിക്റ്റേറ്റ് ചെയ്ത് നമ്മൾ എഴുതും. കേട്ടെഴുത്ത്, അങ്ങനെയുള്ള കേട്ടെഴുത്തുകളുണ്ട്. അപ്പം ദൈവം പുറയിൽ നിന്ന് പറഞ്ഞു. ഞാൻ ചില പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രവാചകന്മാരെന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ പ്രവചനം പറയുന്നത്? അപ്പം അതിന് പലരും പല വ്യത്യസ്ത അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞത്, എന്റെ ചെവിയുടെ പുറയിൽ നിന്ന് ഒരു ശബ്ദം എന്നോട് പറയും, ഞാൻ അതങ്ങ് പറയും. എനിക്ക് കേട്ടിട്ടുള്ളതിൽ ഏറ്റവും രസകരമായി തോന്നിയത് അത് തന്നെയാണ്. കാരണം അങ്ങനെ ആ ആള് പറയുമ്പോൾ ഒരു വാക്ക് പോലും അയാളുടെ ചിന്തയിൽ നിന്ന് വരില്ല.
വേറെ ചിലര് വെളിപ്പാട് കണ്ടിട്ട് ആ വെളിപ്പാടിനെ മാനുഷ്യമായ നിലയിൽ ഇന്റർപ്രറ്റ് ചെയ്താ പറയുന്നത്. വെളിപ്പാട് കണ്ടിട്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞത് കേട്ടടിച്ച സിദ്ധാന്തമാണ്. ഈ വീക്ഷണം അനുസരിച്ച് ദൈവവചനങ്ങൾ എഴുതുന്നതിൽ ബൈബിളിലെ ഓരോ വാക്കും ദൈവം പറഞ്ഞു കൊടുത്തുവെന്നും എഴുത്തുകാർ കേട്ടത് അതുപോലെ എഴുതുക മാത്രമാണ് ചെയ്തതെന്നും വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന വേദശാസ്ത്രികൾ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, ജെറോം തുടങ്ങിയ സഭാപിതാക്കന്മാർ ചിലർ ഈ വീക്ഷണക്കാരായിരുന്നു. 10 കൽപ്പനകൾ പോലുള്ള ഭാഗങ്ങളിൽ, എന്നാൽ 10 കൽപ്പന ദൈവം നൽകിയ കാര്യങ്ങളിൽ നമുക്ക് ഡിക്റ്റേഷൻ മോഡൽ സ്വീകരിക്കാം. 10 കൽപ്പന ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തു, എഴുതി കൊടുത്തു എന്ന് പറയുന്നതിൽ ഇങ്ങനെ പറഞ്ഞ് അതേപടി എഴുതി എന്ന് സ്വീകരിക്കാം. എന്നാൽ വേദപുസ്തകം മുഴുവൻ ദൈവം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് എഴുതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ഈ സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടാൽ ബൈബിൾ സാഹിത്യത്തിൽ വൈവിധ്യമാർന്ന രൂപങ്ങളാണുള്ളത്. എന്തുകൊണ്ടെന്നാണെന്നും ഓരോ ബൈബിൾ പുസ്തകങ്ങൾക്കും അതിൻ്റെതായ ശൈലി എഴുത്തുകാരിലുള്ളത് എന്തുകൊണ്ടാണെന്നും വിശദീകരിക്കാൻ കഴിയാതെ വരും. അപ്പൊ ഓരോ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഇങ്ങനെ നേരിട്ട്, അല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് ഡിക്റ്റേഷൻ നടത്തി, അല്ലെങ്കിൽ അവര് കേട്ടെഴുതിയതാണെന്ന് വന്നാൽ എല്ലാം ഒരുപോലെ ഇരിക്കണം. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, നമ്മൾ അതിന്റെ രചനകൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങൾക്കും ഒരു ശൈലി അല്ലല്ലോ, എല്ലാ പുസ്തകങ്ങളും ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കേട്ടടിച്ച സിദ്ധാന്തം അത് നമുക്ക് പിന്തുടരുവാൻ സാധ്യമല്ല. മറ്റൊന്നത് കോൺസെപ്ച്വൽ തിയറി അഥവാ ആശയപരമായ സിദ്ധാന്തമാണ്. അപ്പൊ ദൈവാത്മാവ് ആശയം നൽകും, മനുഷ്യർ അത് എഴുതും. ഈ വീക്ഷണത്തിൽ ബൈബിളിലെ ആശയങ്ങൾ ദൈവശാസ്ത്രീയമാണെങ്കിലും വാക്കുകൾ ദൈവം നൽകിയവ അല്ല. ഇതാണ് ഈ വാദഗതി. അതായത് ആശയം ദൈവം കൊടുക്കും, വാക്കുകൾ മനുഷ്യൻ നൽകും. ദൈവം പ്രധാന ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ എഴുത്തുകാർക്ക് നൽകി. എന്നാൽ രചയിതാക്കൾ അവിടെ സ്വന്തം പദാവലികൾ ഉപയോഗിച്ചു, സ്വന്തം കാലത്തിനനുസൃതമായ വാക്കുകൾ ഉപയോഗിച്ച് എഴുതി. ഉദാഹരണം, ഒരു പരിധിവരെ അത് ശരിയാണ്. നിങ്ങൾ പൗലോസിന്റെ ലേഖനങ്ങൾ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് പൗലോസിന്റെ ലേഖനങ്ങളിൽ നമ്മൾ 10-13 ലേഖനങ്ങൾ പൗലോസ് എഴുതി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 7 ലേഖനങ്ങൾ, റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം, ഫിലിപ്പി ലേഖനം, 1 തെസ്സലോനിക്ക ലേഖനം, ഫിലോമോന്റെ ലേഖനം, ഇങ്ങനെ ഉള്ള ഈ 7 ലേഖനങ്ങൾ പൗലോസിന്റെ തന്നെയാണെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയാറുണ്ട്. കാരണം അതിനകത്തുള്ള വാക്കുകളുടെ ഘടന, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഒരു ശൈലിയാണ്. എന്നാൽ കൊലോസി ലേഖനവും എഫേസ്യ ലേഖനവും പൗലോസിന്റെ അല്ല എന്ന് വാദിക്കുന്ന ചിലരുണ്ട്. കാരണം മറ്റ് 7 ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷാ ശൈലിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. തീമത്യോസിന്റെയും തീത്തോസിന്റെ ലേഖനവും അത് മറ്റൊരു ഭാഷാ ശൈലിയാണ് എന്ന് പറഞ്ഞാൽ ഈ ആശയപരമായ സിദ്ധാന്തം ഒരു പരിധിവരെ ശരിയാണ്. കാരണം ദൈവം ആശയം നൽകുന്നു, ആ എഴുതുന്ന ആൾ അയാളുടെ വാക്കുകൾ ഉപയോഗിച്ച് എഴുതുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഈ വാദഗതി. ഓരോ കാലത്തിലും ജീവിക്കുന്നവരുടെ വേൾഡ് വ്യൂ, അവർക്കുള്ള ലോകപരിജ്ഞാനം അവരുടെ എഴുത്തുകളെ സ്വാധീനിച്ചേക്കാം. ഈ വീക്ഷണത്തെ ചലനാത്മക പ്രേരണ അല്ലെങ്കിൽ പ്രചോദനം എന്ന് വിളിക്കുന്നു. എഴുത്തുകാരായ വ്യക്തികൾ അവരുടെ സംസ്കാരത്തിനും ചരിത്ര പശ്ചാത്തലത്തിനും രചനാശൈലിക്കും അനുസരിച്ച് ദൈവത്തിന്റെ സന്ദേശം നൽകിയിരിക്കുന്നു. ഈ സിദ്ധാന്തം ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നാമെങ്കിലും ഭാഗിക വെളിപ്പാടെന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പരിധിവരെ ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം, അപ്പൊ ദൈവത്തിന്റെ വെളിപ്പാടുകൾ ഭാഗികമായേ കിട്ടിയിട്ടുള്ളൂ എന്ന് വരും. അതുപോലെ വേദപുസ്തകം അതിൽ തന്നെ ദൈവവചനം അല്ല എന്നുള്ള ഒരു ദൈവവചനം കേവലമായി അടങ്ങിയിരിക്കുന്നു എന്നും വിശ്വസിക്കേണ്ടി വരും. കാൾബാത്തിനെ പോലുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനമാണെന്ന് പറയുന്നതിനേക്കാൾ ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാനും ചിലപ്പം വാദഗതിക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ബൈബിൾ കോളേജിൽ പിള്ളേരോട് ഞാൻ പറയും, ഒരു പരിധി വരെ ഞാൻ ബാത്യനാണ്, കാൾബാത്തിന്റെ ആശയത്തോടാണ് എനിക്ക് യോജിപ്പത്. കാരണം അദ്ദേഹം പറഞ്ഞു വേദപുസ്തകത്തിനകത്ത് ദൈവവചനം ഉൾക്കൊള്ളുന്നു, ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ആദഗതി പറയുന്നത്, വേദപുസ്തകത്തിനകത്ത് പിശാചിന്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്, പിശാചി സംസാരിക്കുന്നില്ലേ,
പിശാച് സംസാരിക്കുന്ന വചനം ആരുടെ വചനമാണ്? പിശാചിന്റെ വാക്കല്ലേ. പിശാചിന്റെ വാക്ക് എങ്ങനെ ദൈവവചനമാകുന്നത്? പിശാച് ഹവ്വയോട് സംസാരിച്ചു, പിശാച് യേശുവിനോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു വാദഗതി ചിലപ്പോൾ ഞാൻ തമാശക്കെങ്കിലും ഉന്നയിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വിഷയമാണ്. അപ്പോൾ എഴുത്തുകാരുടെ ആശയം ഏതൊക്കെയാണ്, ദൈവം കൊടുത്ത ആശയം ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും ഈ ആശയപരമായ സിദ്ധാന്തപ്പെടുന്ന. മറ്റു മൂന്നാമത്തെ ഒരു വാദഗതി എന്ന് പറയുന്നത്, ഇതെല്ലാം സിദ്ധാന്തങ്ങളാണ്. മാനുഷിക നിലയിൽ വേദപുസ്തകം എഴുതപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി വേദശാസ്ത്രം ഉപയോഗിച്ച വിവിധ സിദ്ധാന്തങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. മൂന്നാമത്തത് വെർബൽ പ്ലീനറി നിശ്വാസ്യത, വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ. അതായത് വെർബൽ പ്ലീനറി എന്നീ പദങ്ങൾ അർത്ഥമാക്കുന്നത് യഥാക്രമം വാക്കുകളെല്ലാം എന്നാണ്. വേദപുസ്തക ആകമാനം അതിലെ വാക്കുകളും ദൈവനിശ്വാസ്യമാണ് എന്ന വാദമാണിത്. ഇത് മധ്യകാലഘട്ടത്തിലും നവീകരണ കാലഘട്ടത്തിൽ, അതായത് മധ്യകാലയളവിലും അതുപോലെ മാർട്ടിൻ ലൂതർ മുതലായ ആളുകളുടെ നവീകരണ കാലഘട്ടത്തിലും ക്രിസ്ത്യാനികളെ സ്വാധീനിച്ച ഒരു വേദപുസ്തകത്തിന്റെ എഴുത്തിനെ കുറിച്ചുള്ള സിദ്ധാന്തമാണിത്. സമകാലീനരായ നിലവരി ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിശ്വാസികൾ ഈ വാദത്തെ മുറുകെ പിടിക്കുന്നു. വെർബൽ പ്ലീനറി എന്ന് വെച്ചാൽ വാക്കുകളും എല്ലാം ദൈവം തന്നെ നൽകുന്നു, ആശയങ്ങൾ മാത്രമല്ല എന്ന് നമ്മളും വിശ്വസിക്കുന്നു. ദൈവം ആശയം നൽകുക മാത്രമല്ല, ആശയം മനുഷ്യനെ അറിയിക്കാനുള്ള വാക്കുകൾ തെരഞ്ഞെടുക്കുന്നതിലും പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവം ആശയം മാത്രമല്ല നൽകിയത്, ആ ആശയം മനുഷ്യരോട് അറിയിക്കാനുള്ള വാക്കുകളും ദൈവം കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പെന്തക്കോസ്തുകാർ. അങ്ങനെ മുഴുവൻ രചന പ്രക്രിയയിലും മാനുഷ്യമായ രചയിതാക്കളെ ദൈവം നയിച്ചു. ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം പത്രോസിനെ പോലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ 2 ലേഖനം എഴുതുമ്പോൾ ഇത്ര ആധികാരികമായി അദ്ദേഹത്തിന് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ അന്ന് നിലനിന്നിരുന്ന താത്വിക ചിന്താഗതികളെ അല്ലെങ്കിൽ നോസ്റ്റിക് ടീച്ചിങ്ങിനെ ഒക്കെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ യോഹന്നാൻ എഴുതുമ്പോൾ ഇത്രയും ഗഹനമായി ഫിലോസഫി അദ്ദേഹത്തിന് എങ്ങനെ എഴുതാൻ കഴിയും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇതിന്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ പറഞ്ഞതിന്റെ സാരം. അഥവാ ദൈവം ആശയം മാത്രമല്ല നൽകിയത്, അത് ജനത്തെ അറിയിക്കാനുള്ള വാക്കുകളും ദൈവം എന്ത് ചെയ്തു, നൽകിയിട്ടുണ്ട്. ഇതാണ് പൊതുവെ പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്ന വാദഗതി. എല്ലാ തിരുവെഴുത്തുകളും ദൈവത്തിന്റെ വചനമാണെന്നും ദൈവം സത്യമായതിനാൽ ഓരോ വാക്കും സത്യവും ദൈവത്തിന്റെ വെളിപ്പാടുമാണെന്നും ഈ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. ബൈബിളിൽ വെളിപ്പാട് അടങ്ങിയിരിക്കുകയോ സാക്ഷ്യം വഹിക്കുകയോ ചെയ്യുന്നു എന്നതിനപ്പുറം ബൈബിൾ ദൈവത്തിന്റെ തന്നെ വെളിപ്പാടാണ്. ജ്ഞാനോദയ കാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും ബൈബിളിന്റെ വാക്കുകൾ ഉൾപ്പെടെ എല്ലാം ദൈവശാസ്യമാണ് എന്ന സിദ്ധാന്തത്തെക്കുറിച്ച് വിമർശനാത്മകമായ ചോദ്യങ്ങൾ ആളുകൾ ഉന്നയിക്കാറുണ്ട്. ബൈബിളിനെ ദൈവവചനം എന്ന നിലയ്ക്ക് തീവ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വിമർശകരായ ചില പണ്ഡിതന്മാർ ബൈബിളാണ് ദൈവവചനം എന്നതിനുപരി വചനം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്ന അർത്ഥത്തിൽ നിലപാട് സ്വീകരിക്കുന്നവരുമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബൈബിളിന്റെ നിശ്വാസ്യതയെക്കുറിച്ച് ഈ വീക്ഷണങ്ങളെ നാം എങ്ങനെ വിലയിരുത്തും? വേദപുസ്തകത്തിന്റെ നിശ്വാസ്യതയെക്കുറിച്ച് തിരുവെഴുത്തുകളുടെ സാക്ഷി എന്താണെന്ന് നാം പരിശോധിക്കണം. അപ്പോസ്തലന്മാരും യേശു ക്രിസ്തു വേദപുസ്തകത്തെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രസക്തമാണ്. നമ്മൾ ദൈവവചനത്തെ വചനമായി ഉൾക്കൊള്ളുമ്പോൾ യേശു എന്ത് പറഞ്ഞിരിക്കുന്നു? യേശു വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനാണെന്ന് പരക്കെ അറിയുന്ന വസ്തുതയാണ്. അത് യേശു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് മത്തായി 5-ാം അധ്യായത്തിൽ. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നതുണ്ട്. ഈ ന്യായപ്രമാണത്തുള്ളത് മുഴുവൻ പൂർത്തിയാകുന്നത് വരെ അതിലൊരു പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ലെന്ന് യേശു പറയുന്നത് ലൂക്കോസ് നാം വായിക്കുന്നത് 16:17. ലൂക്കോസ് 16:17. യേശു തിരുവെഴുത്തിൽ ഉദ്ധരിച്ചപ്പോൾ അത് ദൈവവചനമാണ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നു. അപ്പൊ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു പറയുന്നുണ്ട്, ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്താ പറയുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? ആ ബുദ്ധിയില്ലാത്ത മനുഷ്യരെ അല്ലെങ്കിൽ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞ് യേശു അവരെ അഡ്രസ് ചെയ്യുമ്പോൾ യേശു ഉപയോഗിക്കുന്ന ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും
ദൈവവചനമാണ്. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും വേദപുസ്തകം പൂർണ്ണമായും വിശ്വാസയോഗ്യമാണ്. ബൈബിളിന്റെ വിശ്വാസ്യതയുടെ രണ്ട് കേന്ദ്ര തത്വങ്ങളാണ് അതിന്റെ അപ്രമാദിത്വവും തെറ്റില്ലായ്മയും. ശ്രദ്ധിക്കുക, ആ വാക്കൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിളിൽ ദൈവവിശ്വാസ്യമാണ് എന്നുള്ളതിന് നാം ഊന്നി പറയുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ: ഒന്ന് അതിന്റെ അബ്സല്യൂട്ട്നെസ്, അപ്രമാദിത്യം; രണ്ട് തെറ്റില്ലായ്മ, ഇൻഫാലിബിലിറ്റി. അപ്രമാദിത്വം എന്നാൽ തിരുവെഴുത്തുകൾ തികച്ചും വിശ്വാസയോഗ്യമാണെന്നും സത്യത്തിന്റെ കാര്യങ്ങളിൽ തിരുവെഴുത്തുകൾക്ക് ഒരു തെറ്റും പഠിപ്പിക്കാൻ കഴിയില്ലെന്നും അർത്ഥമാക്കുന്നു. ഈ സിദ്ധാന്തം ബൈബിളിലെ ഉപദേശത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ബൈബിളിന്റെ ആധുനിക ശാസ്ത്രീയ പദങ്ങളിലുള്ള കൃത്യതയല്ല, പകരം അതിലെ തെറ്റില്ലായ്മയാണ്. മറുവശത്ത് ബൈബിളിനെ തെറ്റിക്കൂടായ്മയെക്കുറിച്ച് ഉപദേശം ബൈബിൾ ഒരു തെറ്റുമില്ലെന്ന് സ്ഥിരീകരിക്കുന്നു. ഗ്രന്ഥം എഴുതിയപ്പോൾ ഗ്രന്ഥകർത്താക്കൾക്ക് തെറ്റുപറ്റാൻ സാധിക്കാത്തതിനാൽ ബൈബിളിൽ വസ്തുതയ്ക്ക് വിരുദ്ധമായ യാതൊന്നും ഇല്ല. ദൈവം സത്യമായതുകൊണ്ട് അവിടുത്തെ വചനങ്ങളും സത്യമാണ്. അപ്രമാദിത്വവും തെറ്റിക്കൂടായ്മയും തമ്മിലുള്ള വ്യത്യാസം വിശ്വാസത്തിന്റെയും രക്ഷയുടെയും കാര്യത്തിൽ ബൈബിളിന് തെറ്റോ വൈരുദ്ധ്യമായതൊന്നും പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് സമർത്ഥിക്കുന്നു. എന്നാൽ തെറ്റിക്കൂടായ്മ എന്ന ഉപദേശം സമർത്ഥിക്കുന്നത് വേദപുസ്തകം മൊത്തമായും അതിലെ വാക്കുകളും തെറ്റില്ലാത്തതാകുന്നു എന്നാണ്. 1978 അന്താരാഷ്ട്ര കൗൺസിൽ ഓഫ് ബൈബിൾ ഇന്നറൻസി ചിക്കാഗോയിൽ തയ്യാറാക്കിയ ഒരു പ്രസ്താവന തിരുവെഴുത്തുകളുടെ മൊത്തത്തിലുള്ള സത്യസന്ധതയും വിശ്വാസ്യതയും, ഇന്നറൻസി മീൻസ് തെറ്റിക്കൂടായ്മ, വിശ്വാസ്യതയെ സ്ഥിരീകരിക്കുന്നു. തിരുവെഴുത്ത് എല്ലായ്പ്പോഴും അപ്രമാദിത്വമുള്ളതും തെറ്റില്ലാത്തതുമാണെന്ന് വ്യാഖ്യാനിക്കുകയും വേണമെന്ന് നിഷ്കർഷിക്കുന്നു. ബൈബിൾ അപ്രമാദിത്വവും തെറ്റില്ലാത്തതുമാണെന്ന് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ലളിതമായി ചില കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ഉണ്ട് സാർ. അടുത്തത് വേദപുസ്തകത്തിന്റെ കാനോനീകരണമാണ്. അത് ഇത്തിരി വിശാലമാണ്. അതായത് പഴയ നിയമ പുസ്തകങ്ങൾ കാനോനീകരണം നടത്തപ്പെട്ടത് AD 90-ലാണ്. യഹൂദന്മാരുടെ പുസ്തകങ്ങളിൽ ഒത്തിരി പുസ്തകങ്ങൾ അവർ തഴഞ്ഞു. 39 പുസ്തകമായി അവർ നിജപ്പെടുത്തി. അവർ ഈ 39 പുസ്തകങ്ങളെ സെലക്ട് ചെയ്ത് പഴയ നിയമത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചപ്പോ ആ പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് സെലക്ട് ചെയ്യുന്നതിന് അവരെടുത്ത മോശയുടെ ന്യായപ്രമാണമാണ് എല്ലാ പുസ്തകങ്ങളെ അളക്കാനുള്ള അളവുകോല ഉപയോഗിച്ചത്. യഹോവയുടെ പ്രവൃത്തിയെക്കുറിച്ച് പുസ്തകത്തിലുണ്ടോ? മോശയുടെ ന്യായപ്രമാണമായി ഏതൊക്കെ പുസ്തകങ്ങൾ ചേർന്ന് നിൽക്കുന്നു? യഹൂദ ആരാധനയുടെ ഭാഗമായ യഹൂദ പഠിപ്പിക്കുന്ന അടിസ്ഥാനമായി ഈ പുസ്തകം ഉപയോഗിച്ചിട്ടുണ്ടോ? പുസ്തകം ഒരു അംഗീകൃത പ്രവാചകനോ പ്രവാചകനുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് എഴുതിയത്. ഈ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് പഴയ നിയമത്തെ അവര് ക്രമീകരിച്ച് 39 നിജപ്പെടുത്തി. പുതിയ നിയമം അവർ കാനോനീകരണം നടത്തിയപ്പോൾ പുതിയ നിയമ കാനോനീകരണ പ്രക്രിയയിൽ പുസ്തകത്തിന്റെ അപ്പോസ്തലിക ഉത്ഭവം, ഇത് എഴുതപ്പെട്ടത് അപ്പോസ്തന്മാരാലാണോ? എഴുത്തുകാർ അപ്പോസ്തലനോ തന്റെ എഴുത്തുകളെ അപ്പോസ്തലിക ഗണത്തിൽപ്പെടുത്തത്തക്കണോ അപ്പോസ്തലമായി ഏറ്റവും അടുത്ത വ്യക്തിയോ ആയിരിക്കണം എഴുതിയത്. വിശ്വാസ നിയമവുമായുള്ള അനുരൂപത. പുസ്തകം ക്രിസ്തീയ സമൂഹത്തിന്റെയും സഭയുടെയോ യാഥാസ്ഥിതികതയ്ക്കും വിശ്വാസ നിയമത്തിനും അനുസൃതമാണോ? വ്യാപകമായ ഉപയോഗം. ക്രിസ്തീയ സമൂഹത്തിൽ പുസ്തകത്തിന് വ്യാപകവും നിരന്തരമായ സ്വീകാര്യത ഉണ്ടായിരുന്നോ? ഈ നിലവാരത്തിൽ ഉപയോഗിക്കത്തക്കവണ്ണം പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന് ആത്മീയ നിലവാരമുണ്ടായിരുന്നോ? ദൈവവചനം ദൈവനിശ്വാസ്യമായിരുന്നുവെങ്കിൽ അതിന് തെളിവ് വേണം. നിലവിൽ ബൈബിളിന്റെ 3 കാനൂനുകളുണ്ട്. എബ്രായ ബൈബിൾ, പാലസ്തീൻ കാനൂൺ, 39 പുസ്തകങ്ങൾ. കത്തോലിക്ക ബൈബിൾ, അലക്സാണ്ട്രിയൻ കാനൻ,
39 അധികം 7 പുസ്തകങ്ങൾ അവർ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ അപ്പോക്രിഫ എന്ന് വിളിക്കുന്നു. അത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ നമ്മൾ 27 പുസ്തകങ്ങളും, പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ പാലസ്തീൻ കാനോന്റെ 39 പഴയ നിയമ പുസ്തകങ്ങളും പുതിയ നിയമത്തിന്റെ 27 പുസ്തകങ്ങളും, അതാണ് പെന്തക്കോസ്തരായ നമ്മൾ പിന്തുടരുന്നത്. അറിയണം, യഹൂദന്മാർ അവരുടെ പുസ്തകത്തെ കാനോനൈസ് ചെയ്തപ്പോ മോശയുടെ ന്യായപ്രമാണമായി ചേരാത്ത കുറെ പുസ്തകങ്ങൾ തടഞ്ഞു കളഞ്ഞു. ആ പുസ്തകങ്ങൾ പിൽക്കാലത്ത് കത്തോലിക്കർ എന്ത് ചെയ്തു? അവരുടെ വേദപുസ്തകത്തിന്റെ ഭാഗമാക്കി. ആ പുസ്തകങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? അപ്പോക്രിഫ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ? കേട്ടിട്ടുണ്ടോ? കത്തോലിക്കയുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന ഫസ്റ്റ് മക്കാബിയസ്, സെക്കൻഡ് മക്കാബീസ്, അതുപോലെ ജോഡിത്തെ, തോബിത്തെ, വേലും ബാബും, സൂസന്ന, ഫസ്റ്റ് എസ്ട്രാസ്, സെക്കൻഡ് എസ്ട്രാസ്, എക്ലീസിയാസ്റ്റിക്കസ് എന്നൊക്കെ പറയുന്ന കുറേയേറെ 7 പുസ്തകങ്ങൾ അവർക്കുണ്ട്. ആ 7 പുസ്തകങ്ങളായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, യഹൂദന്മാർ അവരുടെ പുസ്തകങ്ങളെ 39 നിജപ്പെടുത്തിയപ്പോൾ 20 വർഷത്തെ സമീകരണത്തിന്, 20 വർഷത്തെ റിസർച്ചിന് ശേഷമാണ് യഹൂദന AD 70 മുതൽ AD 90 വരെയുള്ള കാലയളവിലാണ് യഹൂദന്മാർ അവരുടെ പുസ്തകങ്ങളെ ക്രോഡീകരിച്ചിട്ട് അവർ 39 പുസ്തകങ്ങളായി നിജപ്പെടുത്തിയപ്പോൾ അവർ തഴഞ്ഞ പുസ്തകങ്ങൾ: 1, മോശയുടെ ന്യായപ്രമാണവുമായി പൊരുത്തപ്പെടാത്തത്; 2, വിഗ്രഹാരാധന; 3, മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥന; 4, കല്ലറകളിൽ കുത്തിയിരുന്ന് യാഗം കഴിക്കുന്ന അനുഭവങ്ങൾ; പിന്നെ 5, ചെറിയ മന്ത്രവാദങ്ങൾ. ഇങ്ങനെയുള്ള വ്യത്യസ്ത ഘടകങ്ങൾ. അതുപോലെ മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത്തരം കാര്യങ്ങൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണമായിട്ട് പൊരുത്തപ്പെടാത്തതായതുകൊണ്ട് മധ്യകാലയളവിൽ, അഥവാ BC-ക്കും AD-ക്കും ഇടയിലുള്ള ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ മലാഖി കഴിഞ്ഞിട്ട് മത്തായി വരെയുള്ള 400 വർഷ കാലയളവെന്ന് വേദപുസ്തക പണ്ഡിതന്മാർ ഇരുണ്ട കാലയളവെന്ന് വിളിക്കുന്ന ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒറ്റ പുസ്തകങ്ങളും യഹൂദന്മാർ എന്ത് ചെയ്തില്ല? അവരുടെ കാനൂനിൽ ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരായ നമ്മളും പെന്തക്കോസ്തുകാരായ നമ്മളും പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ കാനൂനിലുള്ള ഹീബ്രു ടെക്സ്റ്റായ 39 പുസ്തകങ്ങളെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? അംഗീകരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് കത്തോലിക്കർ അത് എടുത്തു എന്ന് ചോദിച്ചാൽ, അവർക്ക് മരിച്ചവരോട് പ്രാർത്ഥിക്കണം, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പൂജ കഴിക്കണം, കല്ലറയിൽ വിളക്ക് കത്തിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും അവർക്ക് നടത്തുന്നതിന് അവർ പാരമ്പര്യമായി അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ സമർത്ഥിക്കുവാൻ വേദപുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും ആശയം കിട്ടണമല്ലോ എന്നുള്ളത് കൊണ്ട് അവർ ഈ 7 പുസ്തകങ്ങളെ കൂടെ, യഹൂദന്മാർ തള്ളിക്കളഞ്ഞ ഈ 7 പുസ്തകങ്ങളെ കൂടെ അവരുടെ കാനൂന്റെ ഭാഗമാക്കി. അതാണ് കത്തോലിക്കർ ഉപയോഗിക്കുന്ന അപ്പോക്രിഫൽ പുസ്തകങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ കാര്യങ്ങളുണ്ട്. ഈ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്ന് യേശുവോ അപ്പോസ്തലന്മാരോ ഒന്നും ഉദ്ധരണികളും എടുത്തിട്ടില്ല എന്നത് നാം മനസ്സിലാക്കണം. അങ്ങനെ പുതിയ നിയമത്തിൽ ഒരു സൂചനയുമില്ല. ഈ പുസ്തകങ്ങൾ, ഉപദേശങ്ങൾ വേദപുസ്തകത്തിന്റെ പൊതു ഉപദേശങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. ഉദാഹരണമായി ഞാൻ പറഞ്ഞല്ലോ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സെക്കൻഡ് മക്കാബി പുസ്തകത്തിലുണ്ട്. പ്രവൃത്തിയാലുള്ള രക്ഷ തോബിത്ത് 12:9. മരണശേഷം രക്ഷയില്ല എന്ന പുതിയ നിയമം വ്യക്തമായി പഠിപ്പിക്കുന്ന ഉപദേശമാണ്. എന്നാൽ മരണശേഷം മനുഷ്യന്റെ പ്രവൃത്തി നിമിത്തം മരിച്ചുപോയവർ സ്വർഗത്തിൽ പോകും എന്ന് കത്തോലിക്കർ പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ പുസ്തകങ്ങളെല്ലാം അവർ എടുത്ത് വേദപുസ്തകത്തിന്റെ ഭാഗമാക്കി എന്നത് നാം മനസ്സിലാക്കണം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റുകാർ മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയി പ്രൊട്ടസ്റ്റന്റ് സമൂഹമായി തീർന്നപ്പോ അതിനെ തുടർന്ന് കത്തോലിക്കർ അവരുടെ സഭയിൽ നിന്ന് ആളുകൾ വിട്ടുപോകാതിരിക്കാൻ അവര് കൂടിയ കൗൺസിലും അവര് നടത്തിയ ഒരു കൗൺസിലുണ്ട്. കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. 1546 ആവർത്തിച്ചു പറയുന്നു, 1546 അവർ കൂടിയ കത്തോലിക്കരുടെ കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്ന് പറയുന്ന ആ കൗൺസിൽ ഓഫ് ട്രെൻഡ് 20 വർഷത്തോളം എടുത്തെന്നാ പറയുന്നത്. ആ കൗൺസിലിൽ വെച്ചാണ് അപ്പോക്രിഫ പുസ്തകങ്ങളെ അവർ വേദപുസ്തകത്തിന്റെ ഭാഗമായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. അതുവരെ അവർ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. എന്റെ ഭാവനയും എന്റെ ചിന്തകളും ഇപ്പോഴത്തെ നിലയിൽ ഞാൻ പറയാം. ഇപ്പൊ പുതുതായിട്ട് ചാർജ് എടുത്ത ഈ പോപ്പ് ഇത്തിരി കൂടെ
പ്രൊട്ടസ്റ്റന്റ് വീക്ഷണമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം അമ്മയോടുള്ള മദർ മേരിയോടുള്ള പ്രാർത്ഥന ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞതുപോലെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ ചില ഉപദേശങ്ങളെ, വിഗ്രഹാരാധനയും അത്തരം കാര്യങ്ങളും ഒക്കെ ഈ പുതിയ പോപ്പ് അതൊരു ചക്രിക ലേഖനങ്ങളിലൂടെ അതെല്ലാം തള്ളിപ്പറയും. കത്തോലിക്ക സഭയിൽ വലിയ വിപ്ലവം ഉണ്ടാകും പുതിയ പോപ്പിന്റെ കാലയളവിൽ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്നുകിൽ അവരെല്ലാം കൂടെ അദ്ദേഹത്തെ തട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ കത്തോലിക്ക സഭയിൽ ഒരു ഉണർവ് ഉണ്ടായേക്കാം, ഒരു വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അവർ പിന്തുടരുന്ന വേദവിരുദ്ധമായ ഉപദേശങ്ങളെ അദ്ദേഹം തൂത്തെറിയുവാൻ ശ്രമിച്ചേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് വേദപുസ്തകത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ആരും മിണ്ടുന്നില്ല. നമ്മുടെ സമയം കഴിഞ്ഞോ? സാറേ, ലാസ്റ്റില് പറഞ്ഞ ഒന്നുകൂടെ പറയുമോ? ഏതാണ്? മറ്റേ എന്താ പറയാ, 46 സഭ 1546 റെക്കോർഡ് ചെയ്യുന്നത്. 1546 അതായത് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടായത് 1517 മുതലാണ്. 1517 മാർട്ടിൻ ലൂതർ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയെന്ന് മാർട്ടിൻ ലൂതർ ഒരു കൂട്ടരും വിട്ടുപോയി. അവരാണ് പ്രൊട്ടസ്റ്റന്റ് സമൂഹമായത്. അങ്ങനെ ആളുകൾ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിലേക്ക് പോയപ്പോൾ ആളുകളെ വിടാതിരിക്കാൻ വേണ്ടി കത്തോലിക്കർ ഒരു കൗൺസിൽ വിളിച്ചു. കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്നാണ് അവിടെ പറയുന്നത്. കൗൺസിൽ ഓഫ് ട്രെൻഡ്. ആ കൗൺസിൽ ഓഫ് ട്രെൻഡ് വിളിച്ചിട്ട് അവർ ചില തീരുമാനങ്ങൾ എടുത്തു. ആ കൗൺസിലിൽ എടുത്ത തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് സൊസൈറ്റി ഓഫ് ജീസസ് അല്ലെങ്കിൽ ജെസ്യൂട്ട് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹത്തെ ഉണ്ടാക്കി. ആ സന്യാസ സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് മിഷന്മാരെ അയച്ചു. ഒരു മിഷന്മാരെ ആദ്യമായിട്ട് അയക്കാൻ കാരണം കത്തോലിക്ക സഭ വിട്ടുപോയവരെ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരാനായിരുന്നു. എന്നാൽ അങ്ങനെ അയക്കപ്പെട്ട ഒരു മിഷനറി ആയിരുന്നു സെന്റ് സേവിയർ, ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ആൾ. അയാൾ ഇന്ത്യയിലേക്ക് വന്നെന്നും ഗോവയിൽ വന്നെന്നും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗോവയിൽ അയാളുടെ പേരിൽ ഒരു പള്ളിയുണ്ട്. അയാളുടെ ഡെഡ് ബോഡി അവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോ അതാണ് അങ്ങനെ സൊസൈറ്റി ഓഫ് ജീസസ്, ജെസ്യൂട്ട് പ്രീസ്റ്റ് എന്ന് പറയുന്ന ആ സന്യാസ സമൂഹത്തെ അന്നുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ 1546 കൗൺസിൽ ഓഫ് ട്രെൻഡിൽ വെച്ച് അവരെടുത്ത തീരുമാനം, അന്നുണ്ടാക്കിയ ആ തീരുമാനത്തിന് അതിന് നേതൃത്വം കൊടുത്തതിൽ അതിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇഗ്നേഷ്യസ് ലയോള. അയാൾ ഒരു സ്പാനിഷ് പട്ടാളക്കാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ കാല് മുറിക്കപ്പെട്ട ആളാണ്. ആ മനുഷ്യന്റെ നേതൃത്വത്തിൽ ഒത്തിരി കാര്യങ്ങൾ കത്തോലിക്ക സഭ. അപ്പൊ അന്ന് 1500 നിങ്ങളത് നോട്ട് വെച്ചണം. കത്തോലിക്കയുടെ വേദപുസ്തകത്തിൽ 7 പുസ്തകം അധികം കാണുന്നത് അവരോട് നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരോട് ഗുസ്തി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, നിങ്ങൾ 1546 ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കൗൺസിൽ ഓഫ് ട്രെൻഡിൽ വെച്ചാണ് ഈ അപ്പോക്രിഫ പുസ്തകങ്ങളെ വേദപുസ്തകത്തിന്റെ ഭാഗമായി നിങ്ങൾ കൂട്ടുവാൻ തീരുമാനിച്ചത്. അതുവരെ ഇത് വേദപുസ്തകത്തിന്റെ ഭാഗമല്ലായിരുന്നു എന്നവരോട് അസന്നിഗ്ധമായി പറയണം. 500 വർഷമേ ആയിട്ടു. ഓക്കെ, പിടികിട്ടിയോ? പിടികിട്ടിയോ? ഓക്കെ, പോയ ഓക്കെ. എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഡിവൈസിനകത്ത്. ഓക്കെ, 26 പേരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ നിങ്ങളോട് പറയാൻ വന്ന വിഷയം അടുത്ത അധ്യായം ദൈവത്തെ കുറിച്ചാണ്. നമ്മൾ പഠിക്കുന്നത് ദൈവശാസ്ത്രമാണല്ലോ. അപ്പൊ ഇതുവരെ വേദപുസ്തകത്തെ കുറിച്ചാ പഠിച്ചത്. അടുത്തത് എന്തിനെ കുറിച്ചാ, ആരെ കുറിച്ചാ പഠിക്കുന്നേ? ഒരാൾ പ്രതികരിക്കൂ. ദൈവത്തെക്കുറിച്ച്. ഏക സത്യ ദൈവം, അതാണ് നമ്മുടെ പ്രമേയം. ഞാൻ ഇന്ന് തുടങ്ങണോ അതോ അടുത്ത ക്ലാസ് മതിയോ? അടുത്ത ക്ലാസ് മതി. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഇത് വളരെ പ്രസക്തമായ ഒരു അധ്യായമാണ്. തിയോളജി ക്ലാസ് നിങ്ങൾ അടിസ്ഥാനപരമായി നിങ്ങളുടെ ചിന്തകളെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നതും നിങ്ങൾക്ക് വളരെ ആശയപരമായി നിങ്ങളുടെ ചിന്തകളെ ഉദ്ദീപിക്കുന്നതുമാണ്. അതുകൊണ്ട് നമ്മൾ ഒരറ്റം മുതൽ തിയോളജി പഠിക്കുകയാണ്. എന്താണ് വേദപുസ്തകം എന്നതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. എങ്ങനെ വേദപുസ്തകം ലഭിച്ചു, അതിന്റെ ട്രാൻസ്ലേഷൻ അതുപോലുള്ള മറ്റു കാര്യങ്ങളിലേക്ക്